2025 ബജറ്റ് ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചു. അതിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൽ മെയിനായിട്ട് ഈ ബജറ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ക്ലാസ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ആൾക്കാരെ ഓൾഡ് റെജീമിൽ നിന്ന്, നേരത്തെ ഉള്ളതുപോലെ തന്നെ ഓൾഡ് റെജീമിൽ നിന്ന് ന്യൂ റെജീമിലേക്ക് മാറ്റാനായിട്ട് ഗവൺമെൻറ് ഇൻഡയറക്റ്റ് വേയിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പതുക്കെ ഓൾഡ് റെജീം അവർ നിർത്തലാക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെയും ന്യൂ റെജീമിലേക്ക് ആക്കുന്ന രീതിയിലേക്കോ കൊണ്ടുവരികയാണ് ഇപ്പം നമ്മുടെ ധനമന്ത്രിയുടെ ബജറ്റ് നമുക്ക് നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മെയിനായിട്ട് ന്യൂ റെജീമിൽ ഇപ്പം റിബേറ്റിൻ്റെ പരിധി കൂട്ടിയതോടെ 12 ലക്ഷം വരെ ഇൻകം ടാക്സ് അടയ്ക്കാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ 12 ലക്ഷം വരുമാനമുള്ളവർ ന്യൂ റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 12 ലക്ഷം വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അവരൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് TDSO അങ്ങനത്തെ വേറെ കട്ടിങ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഫുൾ എമൗണ്ടും മന്ത്ലി സാലറി കിട്ടുകയും ചെയ്യും. ഇനി ഒരു സാലറീഡ് എംപ്ലോയി ആണ് അവരെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള നേരത്തെയുള്ള 75,000 അവിടെ ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 12,75,000 വരെ ഇൻകം ടാക്സ് അടയ്ക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് വലിയൊരു മാറ്റമാണ്. അതിൻ്റെ പുറമെ ന്യൂ റെജീമിൻ്റെ ടാക്സ് സ്ലാബ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടാക്സ് സ്ലാബ് മാറ്റിയത് പ്രകാരം ആദ്യത്തെ 4 ലക്ഷം വരെ ടാക്സ് ഇല്ല, 4 തൊട്ട് 8 ലക്ഷം വരെ 5%, 8 തൊട്ട് 12 വരെ 10%, 12 തൊട്ട് 16 വരെ 15%, 16 തൊട്ട് 20 വരെ 20%, 20 തൊട്ട് 24 വരെ 25%, 24 ലക്ഷത്തിന് മുകളിലുള്ളതിനാണ് 30% വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇതിന് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നത്തെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ശരിക്കും 15 ലക്ഷത്തിൻ്റെ മുകളിലുള്ളവർക്ക് 30% ഇൻകം ടാക്സ് വരുമായിരുന്നു. അത് ഇപ്പം 15 ലക്ഷം എന്നുള്ള ലിമിറ്റ് 24 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് പീപ്പിളിനെ സംബന്ധിച്ചോളം ടാക്സിൻ്റെ ബർഡൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം അവിടെ കുറയും. അപ്പം ഇതുകൊണ്ട് തന്നെ ഓൾഡ് റെജീമിൽ അവരൊരു മാറ്റവും വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കുറച്ച് ഇൻകം ഒരു 10 ലാഖിൻ്റെ മേലെയൊക്കെ വാങ്ങുന്നവർ മിക്കവാറും പേരും ഇനി ന്യൂ റെജീമിലേക്ക് മാറാത്തവർ ഇനി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഉള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതായത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് നേരത്തെ ഒരു പ്രോപ്പർട്ടി മാത്രമായിരുന്നു അവിടെ അലോ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സംഷൻ. അത് 1 എന്നുള്ളത് 2 ഹൗസായിട്ട് അവിടെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചോളം സീനിയർ സിറ്റിസൺസിന് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് അവർക്ക് മിക്കവാറും പേരും അവരുടെ FDയിലോ അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എക്സംഷൻ നേരത്തെ ഉണ്ടായത് 50,000 രൂപയായിരുന്നു. ആ 50,000 രൂപയിൽ നിന്ന് അത് 1 ലക്ഷത്തിലേക്ക് അത് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ വരുന്നൊരു കാര്യമായിരുന്നു റെൻറ്റിൻ്റെ TDS. റെൻറ്റിൻ്റെ നേരത്തെ 2,40,000 മേലെ റെൻറ്റ് വരുന്നുണ്ടായിരുന്നെങ്കിൽ, വാർഷികം റെൻറ്റ് വരുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ TDS കട്ട് ചെയ്യണമായിരുന്നു. ആ 2,40,000 എന്നുള്ള ലിമിറ്റ് ഒറ്റയടിക്ക് 6 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പം സാധാരണ ബിസിനസ്സിനക്കാർക്കും എല്ലാവർക്കും ആ റെൻറ്റിൻ്റെ TDS വലിയൊരു ഉപകാരം വരുന്നൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഈ എഡ്യൂക്കേഷൻ പർപ്പസ്, നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നൊരിതാണ്, എല്ലാവരും പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോവുകയാണ്. അപ്പോൾ ആ പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് എപ്പോഴും ഈ TCS കട്ട് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു. അപ്പം അതിൽ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ബജറ്റിൽ വന്നിട്ടുള്ള മാറ്റം, ഈ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ലോൺ എടുത്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, അങ്ങനെയാണ് ആ പുറത്തേക്ക് പൈസ അയക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ TCS കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഓവർസീസ് ടൂർ പാക്കേജിന് പോകുന്നവർ, ഇപ്പം ഹജ്ജ് അല്ലെങ്കിൽ പല ടൂർ പാക്കേജായിട്ട് പോകുന്നവർക്കും എപ്പോഴും TCS കട്ട് ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യണം നിർബന്ധമായിരുന്നു. എൻ്റെ ലിമിറ്റ് 7 ലക്ഷം രൂപയായിരുന്നു. അത് 7 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിന് മേലെയുള്ള ഓവർസീസ് ടൂർ പാക്കേജിന് മാത്രമേ അവിടെ TCS കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഈ പാൻ ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഇന്നോപ്പറേറ്റീവ് പാനിന് ഉള്ള TDSൻ്റെ റേറ്റ് ഇനിയും ഹൈ ആയിട്ട് തന്നെ തുടരുമെന്ന് ഗവൺമെൻറ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്പെസിഫൈഡ് ഗുഡ്സിൻ്റെ സെയിലിൽ 50 ലക്ഷത്തിന് മുകളിൽ വരേണ്ട TDS ആ ലിമിറ്റ് അവർ എടുത്തു കളഞ്ഞു. അപ്പോൾ അത് ഇനി വരുന്നില്ല. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനായിരുന്നു ITR-U എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
അത് 2 വർഷമേ പറ്റുള്ളായിരുന്നു. അത് മുന്നിലത്തെ 2 വർഷമേ നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ 2 വർഷം എന്നുള്ളത് ഗവൺമെൻറ് 4 വർഷത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിലുള്ള 4 വർഷത്തെ ITR ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് അതിന് ടാക്സിൻ്റെ ഇൻട്രസ്റ്റും ഈ പെനാൽറ്റിയും അവിടെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ 4 വർഷം വരെ വരുന്നതിനാണെങ്കിൽ 2 തൊട്ട് 3 വർഷം വരെയുള്ളതിന് ഒറിജിനൽ ടാക്സിൻ്റെ അറൗണ്ട് 60% നമ്മൾ ഇൻട്രസ്റ്റ് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. ഇനി 3 തൊട്ട് 4 വർഷം വരെയുള്ളതിന് ഒറിജിനൽ ടാക്സിൻ്റെ 70% നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റും പെനാൽറ്റിയുമായിട്ട് നമ്മൾ അവിടെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ ബെനിഫിറ്റ് 5 വർഷം എന്നുള്ളത് അവർ 10 വർഷത്തേക്ക് അത് നീട്ടിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ പെർസെൻറ്റേജ് 10 നിന്ന് 12% ഉയർത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ രജിസ്ട്രേഷൻ്റെ ബെനിഫിറ്റ് 2030 വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻ ലിമിറ്റിൽ നിന്ന്. പിന്നെ സുപ്രധാനമായ വലിയൊരു മാറ്റം വരാനുള്ളത് അടുത്ത ആഴ്ച പുതിയ ഇൻകം ടാക്സ് ആക്ട് വരുമെന്ന് പറയുന്നുണ്ട്. ബില്ല് അവതരിപ്പിക്കും പാർലമെൻറ്റിൽ. അതിൽ സുപ്രധാനമായ വേറെ മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം.